എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ക്യൂർ ആൻഡ് കെയർ എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശതദൗത ഘൃതത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയാം, ശതദൗത ഘൃതം നെയ്യാണ്. ഓയിൻമെന്റ് രൂപത്തിലും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശതദൗത ഘൃതം എന്നാണ്. ശതം എന്ന് വെച്ചാൽ 100, 100. ദൗതം എന്ന് വെച്ചാൽ വാഷ്, നെയ്. ഘൃതം എന്ന് വെച്ചാൽ നെയ്. അപ്പോൾ 100 പ്രാവശ്യം ശുദ്ധി ചെയ്ത ഒരു നെയ്യാണ് ശതദൗതഘൃതം. ഇതിൽ ചില കമ്പനിയുടെ മെഡിസിൻസിൽ അല്ലെങ്കിൽ ചില കമ്പനിയുടെ ശതദൗതഘൃതം അതിൽ ചേല, അത്തി, പേര അല്ലെങ്കിൽ കുറേ ചെടികൾ, കുറേ മെഡിസിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ചിലതിൽ ഈ നെയ്യ് മാത്രമാണ്, ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ്. ഓക്കെ, ആ നെയ്യ് 100 പ്രാവശ്യം നമ്മൾ ശുദ്ധി ചെയ്ത് ഒരു കോപ്പർ വെസലിൽ ചെയ്യാണ് കുറച്ചും കൂടി നല്ലത്. കോപ്പർ വെസലിൽ ചെയ്താൽ കോപ്പറിൻ്റെ കുറച്ച് ക്വാളിറ്റീസും കൂടി കിട്ടും. അപ്പോൾ കോപ്പർ വെസലിൽ ഞാനിവിടെ ഒരു പിക്ചർ ഇടാം, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ പല വീഡിയോസും ഉണ്ട് എങ്ങനെയാണ് ശുദ്ധി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നെയ്യ് ഇടുക, എന്നിട്ട് വെള്ളം ഒഴിക്കുക, ശുദ്ധമായിട്ടുള്ള വെള്ളം കേട്ടോ. അപ്പം നമ്മൾ 100 പ്രാവശ്യം നമ്മളിങ്ങനെ ശുദ്ധി ചെയ്ത് എന്നിട്ട് ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, നെയ്യും വെള്ളം വേറെ വേറെ കിടക്കും അല്ലേ. പക്ഷെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ വെള്ളം നമ്മൾ കളയണം. എന്നിട്ട് സെക്കൻഡ് ടൈം വീണ്ടും ചെയ്യണം, എന്നിട്ട് അത് കളയണം, വെള്ളം മാത്രം. എന്നിട്ട് അങ്ങനെ ഒരു 100 പ്രാവശ്യം ചെയ്തിട്ടാണ് അവസാനം നമുക്കൊരു ഈ ഇത് കിട്ടും എന്നൊക്കെ പറയില്ലേ, കാഷ്യൂനട്ട് മാതിരി അവസാനം നമുക്ക് ചെറിയൊരു ഇത് കിട്ടും. അതാണ് ഈ ശതദൗതഘൃതം. ഇനി എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് അതും എല്ലാവർക്കും അറിയാം. സ്കിൻ ഡിസീസ്, മുഖത്തെ പിമ്പിൾസ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ്, ഇങ്ങനെയുള്ള കാര്യത്തിന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ബേൺസ്, അതായത് എവിടെയെങ്കിലും പൊള്ളിന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കോപ്പർ വെസലിൻ്റെ കുറച്ച് ഗുണങ്ങളും ഇതിലുണ്ടാവും. അതേമാതിരി സ്കിന്നിന് വളരെ നല്ലതാണ്. എന്തെങ്കിലും പൊള്ളുമ്പോൾ, എവിടെയെങ്കിലും റാഷസ് ഉണ്ടാവുമ്പോൾ ഒക്കെ നല്ലതാണ്. ഓക്കെ, എവിടെയെങ്കിലും പൊള്ളി അല്ലെങ്കിൽ ചെറിയ റാഷസ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ നേരിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചോദിക്കുക എന്നുള്ളതാണ്. കാരണം ഈ നെയ്യ് കൊണ്ട് മാത്രം ഇതാവില്ല. പക്ഷെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ഘൃതം പിത്താനിലഹരം എന്നാണ്. എന്ന് വെച്ചാൽ നെയ്യ് പിത്തത്തിനെ കുറയ്ക്കുന്നു, ചൂടിനെ കുറയ്ക്കുന്നു. അതാണ് നെയ്യിലുള്ള ഒരു ഗുണം. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ വരണ്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ചുണ്ട് വരളുമ്പോൾ, ഡ്രൈ ആവുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ നെയ്യ് വെച്ചിട്ട് തേക്കും ഇങ്ങനെ ചുണ്ടത്ത് അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ഡ്രൈനെസ്സിനെ കുറയ്ക്കാനാണ് നെയ്യിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ചൂടിനെ കുറയ്ക്കാനുള്ള എല്ലാ ക്വാളിറ്റീസും നെയ്യിനാണ്. എസ്പെഷ്യലി ഇതൊരു മെഡിക്കേറ്റഡ് ആകുമ്പോൾ കൂടുതൽ ഗുണങ്ങൾ, വിറ്റാമിൻ എ, ഡി, ഇ, കെ, ഒമേഗ 3 ഫാറ്റി ആസിഡ്, എല്ലാ വക ഗുണങ്ങളുള്ളതാണ്. ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യിന് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാലും അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിൽ നമ്മൾ പറയുകയാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലെ ഗുണങ്ങൾ ഒരുപാട് സ്കിന്നിനാണ് ബേസിക്കലി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു മറുക് കണ്ടു, അല്ലെങ്കിൽ അതൊരു പൊള്ളിയതാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു മറുക്, ഒരു പൊള്ളിയതായിരിക്കാം, അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റിയതായിരിക്കാം ചെറിയ രീതിയിൽ, അവിടെ നമുക്ക് ഈ നെയ്യ് നമുക്ക് പരട്ടാം. ഓക്കെ, ഒരു 2 നേരമായിട്ട് നമുക്ക് ചെയ്യാം. എന്നാലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സീ യു.